വെൽക്കം ടു ഫുഡ് ടാഗ്. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പറസ് ന്യൂ ഇയർ. ജനുവരി കഴിയുന്ന വരെ നമുക്ക് പറയാമല്ലേ വിഷസ്. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് വിഷസ് അറിയിച്ചിരുന്നു എല്ലാവരോടും. അധികാരം കണ്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇക്കൊല്ലത്തെ ആദ്യത്തെ നമ്മുടെ ലോങ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കാനായിട്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കേക്ക് ചെയ്യാൻ പോണത് ഈ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടാണ്. ഇതിൽ 12 ബിസ്ക്കറ്റ്സ് ഉണ്ട്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ ദ ക്വാണ്ടിറ്റി എടുത്തിട്ട് കുറച്ച് വലിയ കേക്കായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ബിസ്ക്കറ്റ്സ് എല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റിനകത്ത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള ക്രീമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ വേണമെന്ന് തോന്നിയിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. ഈ ഒരു പരുവമാണ് ഉണ്ടാവേണ്ടത്. ഇതുവരെ ഞാനൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടേ ഇല്ല എന്ന് പറയണവർക്കും പിന്നെ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കേക്ക്. അത്രയ്ക്ക് എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 4 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഈ ഒരു കേക്ക് ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കണേ. അതിനായിട്ട് ഞാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരു സ്റ്റാൻഡും വെച്ച് അതിൻ്റെ മുകളിൽ കേക്ക് ടിൻ വെച്ചിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് ഒരു 25-30 മിനിറ്റിനകം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ടാവും. സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കി ക്ലീനായി വരികയാണെങ്കിൽ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. അപ്പോൾ നന്നായി ആറിയ ശേഷം സൈഡ്സൊക്കെ ഒരു സ്പാച്ചുല കൊണ്ട് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ ക്ലീനായിട്ട് പുറത്ത് വരും കേട്ടോ. അപ്പോൾ ഇത് 3 പാക്കറ്റ് 4 പാക്കറ്റൊക്കെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ വലിയൊരു കേക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ചെറിയൊരളവിലാണ് ചെയ്ത് കാണിക്കണത്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. നമ്മളെങ്ങനെയാണോ ചോക്ലേറ്റ് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കണത് അതുപോലെ തന്നെയാണ് കേട്ടോ. ഇൻഫാക്റ്റ് ആ ചോക്ലേറ്റ് കേക്കിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ഓറിയോ കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നോർമലായിട്ടുള്ള കേക്ക് ചെയ്യണ പോലെ തന്നെ ലെയേഴ്സായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ തോന്നി ഇതിൽ എൻ്റെ കയ്യിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം തന്നെയാണ് ഞാനിതിൽ സോക്ക് ചെയ്യാൻ എടുത്തിരിക്കണേ കേട്ടോ. ഷുഗർ സിറപ്പൊന്നുമല്ല. അതിന് ശേഷം വിപ്പിംഗ് ക്രീം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ആദ്യത്തെ ലെയറിൽ. അതിന് ശേഷം കുറച്ച് പ്രലൈൻസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കണതാണ് പ്രലൈൻ. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തു. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യണമെന്ന് മാത്രം കേട്ടോ. നിങ്ങൾക്ക് ആ കേക്ക് വെറുതെ തന്നെ കഴിക്കാനും നല്ല സ്വാദാണ്. ടീ ടൈം കേക്കൊക്കെ പോലെ ഇല്ലേ, അതുപോലെ കഴിക്കാം. അതിന് ശേഷം ഞാൻ 2 ലെയറിലല്ലേ നമ്മൾ കിട്ടിയത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്ത ശേഷം കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും നാളുള്ള വീഡിയോസ് ഞാൻ കിച്ചണിൽ നിന്നല്ല കേട്ടോ എടുത്തിരുന്നത്. ഇന്ന് മുതലുള്ള വീഡിയോസ് കിച്ചണിൽ നിന്നാണ് ഷൂട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കത്തി കൊണ്ട് കട്ട് ചെയ്യണ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അത്രയ്ക്ക് സോഫ്റ്റായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.